ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് ആണ്. ഇതും നമ്മുടെ ഓണം കളക്ഷനിൽ വരുന്ന സാരീസ് ആണ് കേട്ടോ. ഒരുപാട് എൻക്വയറി ആയിരുന്നു നമ്മൾ ഈ ടൈപ്പ് സാരീസ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഓരോ ടൈപ്പ് വരുന്നതും ഇത്തിരി ഡിഫറെന്റ് ആയിട്ടാണ്. ഒരു കളർ പാറ്റേണും ഒരു ആപ്ലിക് വർക്കും അതേപോലെ തന്നെ അതിന്റെ ബോർഡേഴ്സ് ആണെങ്കിലും എല്ലാം ഇത്തിരി ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇത്. കോട്ടയില് ആപ്ലിക് വർക്ക് വരുന്ന സാരിയാണ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് നമുക്ക് ഓണത്തിന് വേണമെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരീസ് ആണ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് സാരി ഇങ്ങനെ വരുന്നത് കേട്ടോ. കണ്ടോ, നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത്. എപ്പോഴും ഈ ഒരു ആപ്ലിക് വർക്കും ഒക്കെ വരുമ്പോൾ ഇത്തിരി പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരാറുള്ളത് കേട്ടോ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ 1 ലെയറിൽ എടുത്തിട്ട് കാണിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക് വർക്കിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇതൊരു സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. അതില് ഇതേപോലെ ചെയ്തിരിക്കുക. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. അപ്പൊ കുറെ പേര് നമ്മൾ മുന്നേ കാണിച്ച സാരീസിന് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യവും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ സെയിം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇതേപോലത്തെ ആപ്ലിക് സാരീസ് ഇഷ്ടമുള്ളവര് പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതൊന്നും ഒരുപാട് പീസ് ഇല്ല, ലിമിറ്റഡ് പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ആണെങ്കിലും കണ്ടോ ഇതേപോലെ ഒരു ഗോൾഡൻ ലൈൻസ്, ജെറി ലൈൻസ് പോലെ വന്നിട്ടുണ്ട്. അതേപോലെ സാരിയിൽ തന്നെയുള്ള ടാസിൽസും വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു പിന്നെ നമ്മൾ ഉടുത്ത് ഇവിടെയും വരെയും ഫുള്ളായിട്ട് ഇതേപോലെ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ സാരീസിലും വരുന്നത് പോലെ തന്നെ ഹാഫ് പ്ലെയിൻ, ഹാഫ് ഇതേപോലെ കേട്ടോ വരുന്നത്. കണ്ടോ, അങ്ങനെ ബോഡിയിലുടനീളം അങ്ങനെയാണ് കേട്ടോ. ലോവർ പോർഷനിൽ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് ഇനി ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. ബ്ലൗസ് വരുന്നത് ഈ ഒരു പല്ലൂല് കാണുന്നില്ലേ, ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ സാരീസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2345 ആണ്. 2345 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. കണ്ടോ, ഇങ്ങനെയാ വരുന്നത്. പല്ലു ഇതേപോലെ വരും കേട്ടോ. അടുത്തത് സാരി നമ്പർ 2. ഇതേപോലെ വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതൊരു പേസ്റ്റൽ ലൈറ്റ് ഒരു ഗ്രീനിന്റെ പോലത്തെ ഷെയ്ഡാണ്. കണ്ടോ, നമ്പർ 2 ആണ്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക്. പിന്നെ ഒരു സെൽഫ് കളർ കണ്ടോ, ഇതേപോലെ ഒരു ത്രെഡ് എംബ്രോയിഡറി പാറ്റേണും വരുന്നുണ്ട്. എല്ലാത്തിലും ഇതേപോലെ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ആപ്ലിക് വർക്കാണ്. അത് സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല സൂപ്പർബായിരിക്കും. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. നമ്പർ 2 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി എടുക്കുക. അഥവാ നമ്പർ കൂട്ടി എടുക്കാൻ പറ്റില്ലെങ്കിൽ ഏത് കളറാണോ സാരി അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇന്ന നമ്പർ ആണെന്നും കൂടെ അതിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമുക്ക് ഏതാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ സൈഡിൽ ഒരു കുഞ്ഞു ബോർഡർ, ഒരു ജെറി ബോർഡർ പോലെ ഒരു ചെറിയൊരു ഗോൾഡൻ ടിന്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സാരീസ് ആണ്. റേറ്റ് സെയിം ആണ്. 2345 ആണ്. 2345 ആണ്. ബ്ലൗസ് ആ ഒരു പല്ലുവിന്റെ ഇവിടെ വരുന്ന ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ചെറുതായിട്ടുള്ള ഒരു കണ്ടോ ഇതേപോലെ ബ്ലൗസ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ ഇത് നമുക്ക് വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴും റിസപ്ഷൻ വെയർ ആയിട്ടും ചർച്ചിലും എങ്ങനെയാണെങ്കിൽ ഉടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതേപോലെ വരിക. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാ. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതേപോലെ വരും കേട്ടോ. ഉടുത്ത് വരുമ്പോ ആപ്ലിക് വർക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കി കോട്ട സാരീസ് ആണ്. ഇതേപോലെ പല്ലു ഈ ഒരു പാറ്റേൺ തന്നെയാണ് ബ്ലൗസും വരുന്നത്. ഇങ്ങനെയാണ് ഉടുത്ത് വരുമ്പോ ഉണ്ടാവുക കേട്ടോ. ഇത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ഇങ്ങനെ വരും. നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ്. ക്ലാസ് എലഗൻ ലുക്കാണ് ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. അടിപൊളി ഒരു ഫംഗ്ഷൻ വെയർ ആണ്. റേറ്റ് വരുന്നത് 2345 ആണ്, 2345. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ വരുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഉടുത്ത് വരുമ്പോ ഉണ്ടാവുക. ഇത് ഞാന് ഇതിനിപ്പോ 4-5 മടക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. 1 ലെയറിൽ എടുക്കുമ്പോ കാണിച്ചു തരാം. അപ്പോഴാണ് ഈ ഒരു ആപ്ലിക് വർക്കിന്റെ ഭംഗി കാണുന്നത്. കണ്ടോ, ഇതേപോലെയാണ് 1 ലെയറിൽ എടുക്കുമ്പോൾ ഉണ്ടാവുക. പല്ലു ഇതേപോലെ, ബ്ലൗസും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഉണ്ടാവുക. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോ. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയില് സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. റേറ്റ് വരുന്നത് 2345 ആണ്, 2345. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതേപോലെ കേട്ടോ, കണ്ടോ, നമ്പർ 5 ആണ് ഇതേപോലെ വരിക. ബാക്കിയൊക്കെ സെയിം. അപ്പൊ സെയിം പാറ്റേണിലുള്ളത് ഈ ഒരു 5 കളറിലാണ് വന്നിട്ടുള്ളത്. ഇനിയൊരു പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട്. ഈ ഡിസൈനിലുള്ള വ്യത്യാസം കേട്ടോ, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം മെറ്റീരിയലും ബാക്കി സംഭവങ്ങളൊക്കെ സെയിം. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. നമ്പർ 5 ആണ്. റേറ്റ് സെയിം ആണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്ലൗസ് എല്ലാത്തിൻ്റെയും ആ ഒരു പല്ലൂല് കാണുന്ന അതേപോലത്തെ പാറ്റേൺ ആണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 6 ആണ്. കണ്ടോ, ഇതേപോലെ ഡിസൈൻ ഇത്തിരി ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം വളരെ ലിമിറ്റഡ് പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക് പാറ്റേണിലാണ്. ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ സെയിം. ഇതിലുള്ള ഒരു ഡിസൈൻ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഇതിന്റെ ബ്ലൗസും ഇതേപോലെ ലൈൻ പാറ്റേണിലാണ് വരിക കേട്ടോ. സെയിം മെറ്റീരിയൽ, നല്ല കുഞ്ഞ് തിന്നായിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടോ, ഇതേപോലെ ആയിരിക്കും വരിക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു സിൽക്കി കോട്ടയുടെ ഭംഗി, അതിലൊരു ആപ്ലിക് വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പല്ലു ഇങ്ങനെയുണ്ട്. റേറ്റ് സെയിം ആണ്, 2345 ആണ് കേട്ടോ. ഇനി ഈ ഒരു സെയിം ഡിസൈനിൽ ഇതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട്, അത് കാണാം. സാരി നമ്പർ 7 ആണ്. ഇതേപോലെ വരിക കേട്ടോ. കണ്ടോ, 1 ലെയറിൽ ഇടുമ്പോൾ ഇതേപോലെ ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു ആപ്ലിക് വർക്കിന്റെ ഒക്കെ ഭംഗി നമുക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ വരുന്നത്. പല്ലു ഇതേപോലെ ഉണ്ടാവും. നേരത്തെ കണ്ട സെയിം പാറ്റേൺ, ഈ പല്ലുവിലുള്ള ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരിക. ഇങ്ങനെ ഉണ്ടാവും ഉടുത്ത് വരുമ്പോൾ. റേറ്റ് സെയിം, 2345 ആണ് കേട്ടോ. ഇനി അടുത്ത കളർ. അടുത്തത് സാരി നമ്പർ 8 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതിൽ കാണുന്ന പോലെ തന്നെയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. പല്ലു ഇങ്ങനെ ഉണ്ടാവും. ബ്ലൗസ് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. കണ്ടോ, ലൈറ്റ് ഒരു ഗ്രീനിഷ് ടോണിൽ വരുന്ന സാരിയാണ്. റേറ്റ് സെയിം ആണ്, 2345. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 9 ആണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക് വർക്ക് പാറ്റേൺ ആണ്. പല്ലു ഇങ്ങനെയാ വരിക. ബ്ലൗസ് ഈ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. 1 ലെയറിൽ ഉടുത്താലും ഞൊറിഞ്ഞുടുത്താലും ഒക്കെ ഭംഗിയായിരിക്കും. ബ്ലൗസൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് സാരി ഉടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. ഇതിന്റെ കൂടെ പേൾ ഓർണമെന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്തത് ഇതേപോലെ നമ്പർ 10 ആണ്. ഇതും കൂടിയാണ് ഈ ഒരു സെയിം പാറ്റേണിൽ ഉള്ളത്. ഇത് കഴിയുമ്പോൾ ഇനി ഒരു ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട്. ഇതില് കുറച്ച് നമ്പേഴ്സ് ആണ് സാരീസ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് സാരിയാണ്.
ഉടുത്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അത് ഉടുക്കുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി അറിയുക. റേറ്റ് വരുന്നത് 2345 ആണ്, 2345. അടുത്തത് സാരി നമ്പർ 11 ആണ്. ഇതേപോലെ വരിക. ഇതിന്റെ ഒരു ഡിസൈൻ ഡിഫറെന്റ് ആയിട്ടാ വരുന്നത്. അങ്ങനെ 3 ഡിസൈൻസിലാണ് ഇന്ന് സാരി വന്നിട്ടുള്ളത്. 1 ലെയറിൽ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. എല്ലാത്തിന്റെയും ആ ഒരു മെറ്റീരിയലും പാറ്റേൺ ഒക്കെ സെയിം ആണ്. ആ ഒരു ഡിസൈൻസിലുള്ള ചേഞ്ച് മാത്രമാണ് ആപ്ലിക് വർക്കിന്റെ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെയാണ്, ബ്ലൗസ് ഈ ഒരു കുഞ്ഞ് സ്ട്രൈപ്പ് പാറ്റേൺ. ഉടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാട്ടോ. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ കണ്ടോ, അടിപൊളി ഫങ്ഷൻ വെയർ ആണ്. റേറ്റ് സെയിം ആണ്, 2345. അടുത്തത് സാരി നമ്പർ 12 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള എല്ലാ ഡിസൈനിന്റെയും കളേഴ്സ് സെയിം തന്നെയാണ് വരുന്നത്. അതിലുള്ള ഒരു ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാത്രമാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള സാരി. ഇതേപോലെ പല്ലു, ബ്ലൗസ് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. റേറ്റ് വരുന്നത് 2345, 2345. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസ് ആണ്. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് സാരി നമ്പർ 13 ആണ്. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പല്ലു ഇതേപോലെ, ബ്ലൗസ് ആ ഒരു സെയിം പാറ്റേൺ വിത്ത് ടാസിൽസ് ആണ് സാരി വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സാരി നമ്പർ 13 ആണ് കേട്ടോ. ഇത് സാരി നമ്പർ 14 ആണ്. ഇതാ കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഏതെടുത്താലും ഭംഗിയായിരിക്കും. ഇങ്ങനെ വരും കേട്ടോ. ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. പേയ്മെന്റ് ചെയ്താലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. അടുത്തത് സാരി നമ്പർ 15 ആണ്. ആ ഒരു സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയോ നമ്മുടെ ആപ്ലിക് വർക്ക് സാരീസ് ഇനി റീസ്റ്റോക്ക് വരുമോ, വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടിന്യൂസ് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഞാൻ വീഡിയോസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദിച്ചവർ കാണുന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇനി ആപ്ലിക് വരുന്നുണ്ടോ അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ ഉടൻ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇതിന്ന് പർച്ചേസ് ചെയ്തോളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് സാരി നമ്പർ 16 ആണ്. കണ്ടോ, നമ്പർ 16 ആണ്. ഏതെടുത്താലും നല്ല ഭംഗിയാട്ടോ. അത് ഉടുത്ത് വരുമ്പോൾ നല്ല ഡ്രസ്സായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എലഗൻ ലുക്കായിരിക്കും. ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ്. റേറ്റ് വരുന്നത് 2345 ആണ് കേട്ടോ. ഇതേപോലെ ബ്ലൗസ് ഒക്കെ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഓപ്പൺ ചെയ്യാത്തത്. കാരണം ടൈമും ഇല്ല, വീഡിയോ എടുക്കാൻ ലേറ്റായി. പിന്നെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഇന്ന് ഇടാൻ പറ്റുമോന്നും അറിയില്ല. മാക്സിമം സ്പീഡിൽ അതുകൊണ്ടാണ് എടുക്കുന്നത്. അടുത്തത് സാരി നമ്പർ 17 ആണ്. ഇതിൽ കൂടുതലും സിംഗിൾ പീസസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ലൈറ്റ് ഒരു ഗ്രീനിഷ് ആണ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ആ ഒരു സെയിം പല്ലുവിലുള്ള ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് സെയിം ആണ്, 2345. അടുത്തത് സാരി നമ്പർ 18 ആണ്. കണ്ടോ, 1 ലെയറിൽ ഇടുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് സാരി വന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് സാരി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കില് നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കും. ഉടുത്ത് വരുമ്പോൾ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരിയാണ്. അടുത്തത് സാരി നമ്പർ 19 ആണ്. കണ്ടോ, ഇതേപോലെ കേട്ടോ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. കണ്ടോ, ആപ്ലിക് വർക്ക് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആപ്ലിക് വർക്ക് സാരീസിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻക്വയറി ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുൾ ആയി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഓരോരുത്തരുടെ മൊബൈലിന്റെ ആ ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഒക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിന്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.